ഹലോ ലുലു മാൾ വരെ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ സർക്കസ് കണ്ടത്. എന്നാൽ പിന്നെ ഈ സർക്കസിൽ ഞാനും കൂടി ഒന്ന് പങ്കാളിയാവുമെന്ന് വിചാരിച്ചു. എവിടെ പോയാലും എനിക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഞാനും കൂടി, അപ്പോൾ എനിക്കൊരു വീഡിയോ കൂടി ആകുമല്ലോ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു, മിൻറ്റു ഈ സാധനം വരുമ്പോൾ നേരെ പൊക്കിയെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ പൊക്കിയെടുത്ത കൂട്ടത്തിൽ അത് ഒടിഞ്ഞു പോയി. അതെടുത്ത് ഞാൻ ആ ഒടിഞ്ഞ കഷ്ണം എടുത്ത് വായിലോട്ട് വിട്ടേ. പിന്നെയും അതുപോലെ തന്നെ ഞാൻ ശ്രമിച്ചു പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും ആ സംഭവം എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയിട്ടാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലുണ്ടല്ലോ, നമുക്ക് പറ്റില്ല കേട്ടോ. ശരിയാണ്, ഞാൻ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം കാണുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കര സിമ്പിളാണല്ലോ, ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വാങ്ങിച്ചാണ് എന്നൊക്കെ. പക്ഷേ ഇല്ലട്ടാ, അത് ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കത് മനസ്സിലാക്കി, ഞാൻ അവിടെ നിന്നും കൊണ്ട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ആ ഐസ്ക്രീം ആ സ്റ്റിക്കിൽ നിന്ന് പോരില്ല, ആ സ്കൂപ്പില്ലേ ആ സംഭവം അതുപോലെ. കാരണം അതൊരു കോഫി ഫ്ലേവറിൻ്റെ ഒരു ഭയങ്കര പശയെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പം നമുക്കല്ലേ അയാൾ പിടിച്ചിരിക്കുന്ന അയാളുടെ ആ സ്കൂപ്പുണ്ടോ, അതിൻ്റെ അകത്തുനിന്ന് ആ സാധനം പോരില്ല, കോണ് മാത്രമേ പോരുള്ളൂ. അത് ഞാൻ അവിടെ നിന്നും കൊണ്ട് ശരിക്കും മനസ്സിലാക്കിയിട്ടാ. ഞാൻ അയാളോട് ചോദിക്കുന്നത്, എനിക്കറിയാൻ പാടില്ലാത്ത ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു, ഭയ്യ അറിയാൻ പാടില്ലാത്ത ഭാഷയെന്ന് പറഞ്ഞാൽ കുറച്ച് ഹിന്ദി കേട്ടാ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഹിന്ദി അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാവേ. ചേട്ടാ എനിക്ക് വീഡിയോ പിടിക്കണം ചേട്ടാ, അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങോട്ട് ചേട്ടാ, എൻ്റെ ആൾക്കാരെയൊക്കെ കാണിച്ച് ഞാൻ ജയിച്ചു എന്ന് പറയട്ടെ ചേട്ടാ എന്നൊക്കെ ഞാൻ പറഞ്ഞേട്ടാ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ പറ്റിച്ചേട്ടാ. കുറേ കോണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിയും തിരിച്ചൊക്കെ ആയിട്ട്. അപ്പോൾ അതേ കണ്ടോ, അങ്ങനെ കുറേ പറ്റിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അയാൾക്ക് തന്നെ മടുത്ത് ഇനി ബാ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ വരെ അത്ര പ്രഹസനങ്ങളൊക്കെ കാണിച്ചതല്ലേ. അപ്പോൾ ഒരു ഐസ്ക്രീം അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് 197 രൂപയാണ് അതേ ആ കാണണത്തിന്. ഞങ്ങൾ 3 പേരും കൂടി അത് കഴിച്ച്. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ.